നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ മലയാളികൾക്കെല്ലാം സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കണം ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്നുള്ളത്. കാരണം ഇത് മഹാരാഷ്ട്രയിലെ സാംഗ്ലി എന്ന സ്ഥലത്തും പിന്നെ നമ്മളുടെ ആലുവയിലെ കീഴ്മാട് എന്ന് പറയുന്ന സ്ഥലത്തുമാണ് ഇവരുടെ യൂണിറ്റുകളുള്ളത്. അപ്പോൾ ആലുവക്കാർക്കൊക്കെ പ്രത്യേകിച്ചും വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്നുള്ളത്. ഈ കമ്പനിയുടെ ബിസിനസ് എന്ന് പറയുന്നത് എനർജി ട്രാൻസിഷൻ എക്യുപ്മെൻറ്റ്സും പവർ ടെക്നോളജീസുമാണ്. അതായത് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ, അതായത് ട്രാൻസ്ഫോമേഴ്സ്, PLCC കോമ്പോണൻസ്, റിയാക്ടേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലാണ് ഈ കമ്പനി എന്നുള്ളത് ശരിയാണെങ്കിലും ഇതൊരു ഗ്ലോബൽ കമ്പനിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 100-ലേറെ രാജ്യങ്ങളിലേക്കാണ് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ IPO ഫെബ്രുവരി 14 മുതൽ 18 വരെയാണ് നീണ്ടു നിൽക്കുന്നത്. ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത് 858.7 കോടി രൂപയാണ്. അതിൽ 225 കോടി രൂപയ്ക്കുള്ളത് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെയാണ് കമ്പനി സ്വരൂപിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയുടെ IPO വിശേഷം നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇത്തരത്തിൽ ഹൈ വോൾട്ടേജ് എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന ഈ കമ്പനി 2001 രൂപം കൊള്ളുന്നത്. 2011 ആയപ്പോഴത്തേക്കും തുർക്കിയിലെ സമാന രീതിയിലുള്ള എൻഡോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 51% ഓഹരികൾ ഈ കമ്പനി കൈയടക്കുകയുണ്ടായി. ഇപ്പോൾ ആ കമ്പനി വേണമെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സബ്സിഡിയറി ആണ് എന്ന് പറയാം. അപ്പോൾ എല്ലാ രീതിയിലും വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും 100ഓളം വിദേശ രാജ്യങ്ങളിൽ അടക്കം സജീവമായിട്ട് പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത്. ഇനി ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽസിൻ്റെ പ്രോഡക്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡാണ്. പവർ പ്രോഡക്ട്സ് അത് റിയാക്ടേഴ്സ്, ലൈൻ ട്രാപ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്, ലൈൻ ട്യൂണേഴ്സ്, മെറ്റൽ എൻക്ലോസ്ഡ് കപ്പാസിറ്റർ ബാങ്ക്, കോമ്പോസിറ്റ്സ്, പിന്നെ പവർ ക്വാളിറ്റി സിസ്റ്റംസ് പറയുകയാണെങ്കിൽ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റേഴ്സ്, സാറ്റ്കോംസ്, ഹാർമോണിക് ഫിൽട്ടേഴ്സ്, കപ്പാസിറ്റർ ബാങ്ക്സ്, ഷണ്ട് റിയാക്ടേഴ്സ്, ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കമ്പനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 210 കസ്റ്റമേഴ്സാണ് പ്രധാനമായിട്ടും കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിവിജ്വൽസ് അല്ല, അത് പവർ യൂട്ടിലിറ്റീസ്, പവർ ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി എൻറ്റൈറ്റീസ് ഒക്കെ ആയിട്ടുള്ള ആഗോളതലത്തിലുള്ള കസ്റ്റമേഴ്സ് 210 പേരാണ്. പിന്നെ കമ്പനിയുടെ എംപ്ലോയീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 200ഓളം ഫുൾ ടൈം എംപ്ലോയീസും 400ഓളം കോൺട്രാക്ടർ ആയിട്ടുള്ള വർക്കേഴ്സുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇനി കമ്പനിയുടെ പ്രധാന പ്രൊമോട്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. PT പാണ്ഡ്യൻ, അദ്ദേഹമാണ് ഇതിൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി. അദ്ദേഹത്തെ കൂടാതെ ചിത്ര പാണ്ഡ്യനുണ്ട്, ഭരണീധരൻ പാണ്ഡ്യനുണ്ട്, പിന്നെ അവരുടെ ഫാമിലിയുടെ ട്രസ്റ്റ്, അതായത് പാണ്ഡ്യൻ ഫാമിലി ട്രസ്റ്റും ഇതിലെ പ്രധാന പ്രൊമോട്ടേഴ്സാണ്. ഇവരുടെ കൈവശമാണ് ഏറ്റവും കൂടുതൽ ഓഹരികളുള്ളത്. അത് കൂടാതെ നോമിനലായിട്ടുള്ള ഓഹരികളുള്ള കുറച്ച് പേര് കൂടി ഈ പ്രൊമോട്ടേഴ്സായിട്ടുണ്ട്. ഇവരുടെ കൈവശമാണ് 100% ഓഹരികൾ ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇഷ്യൂ കഴിയുമ്പോൾ അത് ഏതാണ്ട് 93 സംതിങ് ആയിട്ട് കുറയുന്നുണ്ട്. ഇനി മറ്റ് പോയിന്റ്സിലേക്ക് നോക്കാം. EPS 7.69, PE റേഷ്യോ 55.28, NAV 26.38 എന്നിങ്ങനെയാണ് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ റവന്യൂ ക്രമാനുഗതമായിട്ടുള്ള വളർച്ച കാണുന്നുണ്ട് ഓരോ വർഷവും. 2022 182.64 കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ. അടുത്ത വർഷം അത് 253.25 ആയി. 2024 300.6 കോടിയായിട്ട് അത് മാറിയിട്ടുണ്ട്. ഇനി ഹാഫ് ഇയർലി, ഏറ്റവും പുതിയ കണക്ക് ഹാഫ് ഇയർലി നോക്കുകയാണെങ്കിൽ 155.74 എന്നാണ് കാണുന്നത്. ഇനി നെറ്റ് ഇൻകം നോക്കുകയാണെങ്കിലും ഇതുപോലെ തന്നെ 42.23 കോടി രൂപയുടെ അറ്റാദായമാണ് 2022-ലെങ്കിൽ അടുത്ത വർഷം അല്പം കുറഞ്ഞിട്ടുണ്ട്. അതായത് 39.89 കോടി രൂപയായിരുന്നു ലാഭം. അത് 2024 വീണ്ടും 55.47 ആയിട്ട്
വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ ഏറ്റവും പുതിയ അർദ്ധവാർഷികം നോക്കുകയാണെങ്കിൽ 50.08 കോടി രൂപയാണ് അറ്റാദായം. ഇനി ഈ 225 കോടി രൂപയാണല്ലോ അവർക്ക് ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ കിട്ടുന്നത്. മറ്റേ ഓഫർ ഫോർ സെയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ 225 കോടി രൂപയുടെ ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയോട് ലഭിക്കുന്ന തുക കമ്പനി വിനിയോഗിക്കുന്നത് എന്തിനാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അവർ മെഹ്റു ഇലക്ട്രിക്കൽസ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് 117 കോടി രൂപ ചിലവാക്കും എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അക്വിസിഷന് വേണ്ടിയിട്ട്. പിന്നെ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് പ്ലാന്റ് ആൻഡ് മെഷീനറി അതെല്ലാം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 27.22 കോടി രൂപ ചിലവാക്കും. മറ്റ് ഇനോർഗാനിക് ആയിട്ട് ചെറിയ അക്വിസിഷനുകൾക്കെല്ലാം വേണ്ടിയും പിന്നെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ബാക്കി തുക കമ്പനി വിനിയോഗിക്കുക. ക്വാളിറ്റി പവറിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് അതിൻ്റെ PE റേഷ്യോ കാണുന്നത് 219.58 എന്നാണ്. പിന്നെയുള്ളത് ഇറ്റാച്ചി എനർജി അത് അവർ 300.81 എന്നാണ് അതിൻ്റെ PE കാണുന്നത്. പിന്നെയുള്ളത് GE&T ഇന്ത്യ അത് 222.02 ആണ് അതിൻ്റെ PE. നമുക്കറിയാം ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽസിൻ്റെ 55.28 ആണല്ലോ PE. ഇനി ലീഡ് മാനേജേഴ്സ് നോക്കുകയാണെങ്കിൽ പാൻഡോമത്ത് ക്യാപിറ്റൽ അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ലീഡ് മാനേജർ. അതുപോലെ തന്നെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി ക്വാളിറ്റി പവറിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കുക. ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത് ഫെബ്രുവരി 14 മുതൽ 18 വരെയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 401 രൂപ മുതൽ 425 രൂപ വരെയാണ്. ഫ്രഷ് ഓഹരികൾ 225 കോടി രൂപയ്ക്കുള്ളതാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഓഫർ ഫോർ സെയിൽ 633.7 കോടി രൂപയ്ക്കുള്ളതാണ്. അപ്പോൾ ടോട്ടൽ ഇഷ്യൂ സൈസ് എന്ന് പറയുമ്പോൾ 858.7 കോടി രൂപയ്ക്കുള്ളത്. ഇത് മിനിമം 26 ഓഹരികൾ അപ്ലൈ ചെയ്യുക, അങ്ങനെ 18 ലോട്ട് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് റീറ്റെയിലേഴ്സിന്. ഫേസ് വാല്യൂ 10 രൂപയാണ് ഇതിൻ്റെ. പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റീറ്റെയിലേഴ്സിന് 10% കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഫെബ്രുവരി 19 ആയിരിക്കും അലോക്കേഷൻ വരുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 21 ആയിരിക്കും ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത്. അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവരോട് പറയാനുള്ളത് കമ്പനിയുടെ 401 രൂപ മുതൽ 425 രൂപ വരെ എന്നുള്ളത് ഇതിൻ്റെ ഏണിങ്സ് വെച്ച് നോക്കുമ്പോൾ റീസണബിളി പ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു വില തന്നെയാണ്. പിന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ 75% വരുമാനവും റവന്യൂവും വിദേശത്തു നിന്നുമാണ്, അല്ലെങ്കിൽ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നത് വഴിയാണ് കമ്പനിക്ക് ലഭിക്കുന്നത് എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്ത്യൻ കമ്പനിയാണെങ്കിൽ ഒരു ഗ്ലോബൽ കമ്പനി എന്നുള്ള ലെവലിലേക്ക് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇപ്പോൾ തന്നെ 100ഓളം രാജ്യങ്ങളിലേക്ക് അവരുടെ പ്രോഡക്റ്റുകൾ പോകുന്നുണ്ട്. അപ്പോൾ വളരെ മികച്ച ഒരു കമ്പനി തന്നെയാണ്. ഇതിൽ ഒറ്റ കാര്യം, നമ്മുടെ ആലുവയിൽ കേരളത്തിൽ ആലുവയിൽ ഇതിൻ്റെ യൂണിറ്റ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, ഉൽപ്പാദന യൂണിറ്റ്. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏക ഒരു കാര്യം ഇതിൽ 10% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അത് 18 ലോട്ട് വരെ റീറ്റെയിലേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാത്തരം നിക്ഷേപകർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓഹരിയാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഇതുവരെ കണ്ടത് ക്വാളിറ്റി പവർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു IPO വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.